നമുക്ക് 10th SSLCയിലെ അടുത്ത പോർഷൻ അരിത്തമെറ്റിക് സീക്വൻസിലെ അടുത്ത പോർഷൻ നമ്മൾ പൊസിഷൻ ടേമാണ് നോക്കിയത്. സോ അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കുണ്ട് പേജ് നമ്പർ 15. സോ ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഈ ടേംസ് എല്ലാം നമ്മൾ ഫിൽ ചെയ്യണം. ഐ മീൻ ടേംസ് കണ്ടുപിടിക്കണം ഇതിൻ്റെ. സോ ആദ്യം ഇതിൻ്റെ ചെയ്യുക. ഫസ്റ്റ് വൺ എന്താ, 24, 42, ബാക്കി രണ്ട് ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ മാത്രമേ ഫിക്സിന് നമ്മൾ പ്ലസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഇസ് CD. കോമൺ ഡിഫറൻസ് ഷോർട്ടായിട്ട് CD ആണ്. എന്താണ്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇതിൽ നമ്മൾ സെക്കൻഡ് ടേം എളുപ്പമാണ്, കാരണം ജസ്റ്റ് നമുക്കൊന്നും നോക്കാനില്ല, ടേം ഡിഫറൻസ് ഇല്ല, അടുത്തടുത്ത നിയറസ്റ്റ് ടേംസ് ആയതുകൊണ്ട് ജസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 42 മൈനസ് 24. അപ്പോൾ എത്രയാ, ദാറ്റ് ഇസ് 42 മൈനസ് 24. സോ മൈനസ് ചെയ്യാം, 18. സോ നമ്മുടെ കോമൺ ഡിഫറൻസ് 18 ആണ്. സോ സീക്വൻസ് എന്താ, പ്ലസ് 18, അതായത് 42 പ്ലസ് അഗെയിൻ 18. 42 പ്ലസ് 18 ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. സോ വാട്ട് ഇസ് ദാറ്റ്, ദാറ്റ് ഇസ് 0, ദാറ്റ്സ് 1 ആൻഡ് 5 1 6, 60. അഗെയിൻ 60 പ്ലസ് 80 ചെയ്യുക, കാരണം ദാറ്റ് ഇസ് കോമൺ ഡിഫറൻസ്, ഫിക്സ്ഡ് ടേമാണ്. സോ ദാറ്റ് ഇസ് 78. ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അതായത് നെക്സ്റ്റ് 2 ടേംസ് ഇതാണ്. ഇത് നമ്മൾ പ്ലസ് ചെയ്ത് എഴുതുന്നു. ഇനി ഇതിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സെക്ഷൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. വൺ സെക്കൻഡ്. യെസ്. സോ ഇതിലൊന്ന് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് 24 ആണ്. ഐ മീൻ ഫസ്റ്റത്തെ ടേം എംപ്റ്റി ആണ്. ദെൻ സെക്കൻഡ് ടേം ആണ് 24 ആൻഡ് തേർഡ് ടേം 42. ഇവിടെയും കോമൺ ഡിഫറൻസ് നമുക്ക് ചേഞ്ച് ഉണ്ടോ, ഇല്ല. കോമൺ ഡിഫറൻസ് ഇത്ര 18 ആണ്, കാരണം 42 മൈനസ് 24 ദാറ്റ് ഇസ് 18. അതിൽ ചേഞ്ച് ഇല്ല. ബട്ട് ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്നു അല്ലേ, അതായത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, മൈനസ് അല്ലേ ചെയ്യേണ്ടത്. ആസ് യൂഷ്വൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ നമ്മളിപ്പോൾ സെക്കൻഡ് ടേം ഉണ്ട്, അതിൻ്റെ മുന്നത്തെ ടേം, ഐ മീൻ പ്രീവിയസ് ടേംസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഒരു ടേം തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രീവിയസ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇതിപ്പോൾ കോമയിട്ടുള്ളത് കൊണ്ട്, ഐ മീൻ ചെറിയ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ടും 1 to 4 ടേംസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് ഒരു ടേം തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രീവിയസ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യും. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര തവണ മൈനസ് ചെയ്തിട്ട്, ഒരു തവണ മൈനസ് ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് 24. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, 24 മൈനസ് 18. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, 9 അല്ല 6. സോ ഇവിടെ നമുക്ക് 6 കിട്ടും. ഫസ്റ്റ് ടേം 6 ആണ്. അപ്പോൾ ഇനി ഫോർത്ത് ടേം എന്തായിരിക്കും, തേർഡ് ടേം നമുക്ക് ഓൾറെഡി അറിയാം 42 ആൻഡ് പ്ലസ് 18 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ, ഐ മീൻ ഒരു ടേം തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രീവിയസ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യാനും, അത് കഴിഞ്ഞിട്ടുള്ള ടേംസ്, ഐ മീൻ ഇപ്പോൾ 3 ആണ് ഫോർത്ത് ടേം കണ്ടുപിടിക്കുന്നത്, നമ്മൾ +1 ചെയ്യേണ്ടത്. സോ ഇവിടെ എത്ര വരും, 42 പ്ലസ് 18 ദാറ്റ് ഈസ് 60. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ടേംസ് അതുപോലെ കണ്ടുപിടിച്ച് പ്ലസ് ചെയ്ത് പോകാം. ഇതൊരു കണ്ടീഷൻ. ഇനി അടുത്തത് ഇവിടെ കണ്ടോ, 2 സെക്ഷൻ തന്നിട്ടുണ്ട്. ഓബിയസ്ലി ഇതിൻ്റെയും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 18. അതിൽ ചേഞ്ച് ഒന്നുമില്ല, 18 ആണ്. ദെൻ ഇതിൻ്റെ പ്രീവിയസ് ടേം കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു തവണ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം ആണ്. അപ്പോൾ ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എഗെയിൻ എന്ത് ചെയ്യണം, എഗെയിൻ നമ്മൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ 2 ടൈംസ് ഇവിടെ കോമൺ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്തു, സെയിം. അപ്പോൾ 6 മൈനസ് 18, അപ്പോൾ നമുക്ക് എന്ത് വരും, -2. സോ ഫസ്റ്റ് ടേം -12 ആണ്. ഇതറിയാലോ,
വലിയ നമ്പറിൽ നിന്ന് ഐ മീൻ ഡിഫറെൻറ്റ് സൈൻസ് വരുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇടുക. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം, അത്രേ ഉള്ളൂ. സോ ഇത് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് പ്രീവിയസ് ടേം അപ്പോൾ 2 ടൈംസ് നമ്മൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു, അത്രേ ഉള്ളൂ. കാരണം സെക്കൻഡ് ടേം കണ്ടുപിടിച്ചു, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. ഓക്കെ, ഈസി. ദെൻ ഈ ഫോർത്ത് വൺ ഇതെന്താ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ ഒരിക്കലും എന്താവില്ല, ജസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആ ടേമിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഐ മീൻ നടുക്കൊരു വാല്യൂ ഉണ്ട്. സോ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ, ഐ മീൻ അടുത്തടുത്തല്ലാത്ത ടേംസ് വരുമ്പോൾ, ഇപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിൽ നിയറസ്റ്റ് ടേം അല്ലാത്ത സീക്വൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ, നമ്മുടെ ഒരു ചെറിയൊരു ഇക്വേഷനാണ് ഡിഫറൻസ് മീൻ സബ്സ്ട്രാക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻസ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്, ഇതാണ് നമ്മുടെ ടേം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഇത് ഫോർത്ത് പൊസിഷൻ, ലാസ്റ്റ് വൺ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്, 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ, 3 മൈനസ് 1. ശ്രദ്ധിക്കേണ്ട കാര്യം ചില സമയത്ത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ഡിക്രീസിങ്ങിലും ഓർഡറിലും വരും, ഐ മീൻ നെഗറ്റീവ് കോമൺ ഡിഫറൻസുള്ള അരിത്തമെറ്റിക് സീക്വൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 42 എന്നുള്ളത് തേർഡ് ടേം ആണോ, കറക്റ്റ് ആണോ, ഐ മീൻ ഫസ്റ്റ് ടേം ആയിട്ടാണോ എടുത്തിരിക്കുന്നത്. ദെൻ ഇവിടെ 24 എന്നുള്ളത് ഫസ്റ്റ് ടേം ആണോ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുക. 42 എന്നുള്ളത് തേർഡ് ടേം ആണ്, 24 എന്നുള്ളത് അതിൻ്റെ നേരെ താഴെ വരും, ഐ മീൻ കറക്റ്റ് ആ പൊസിഷൻ ആദ്യമാണെങ്കിൽ ആദ്യം എടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെ, സോ ഇത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക, പൊസിഷനും ആ ടേംസും ചെക്ക് ചെയ്യണം. സോ 42 എന്നുള്ളത് തേർഡ് ടേം ആണ്, ഓക്കെ. 24 എന്നുള്ളത് ഫസ്റ്റ് ടേം ആണ്. സോ 42 മൈനസ് 24 ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. സോ ഇതിലെന്ത് വരും, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. ഇതിൽ നമുക്ക് എന്താണ് 42 മൈനസ് 24 ദാറ്റ് ഈസ് 18 ബൈ 3 മൈനസ് 1 2. സോ കോമൺ ഡിഫറൻസ് ഇവിടെ 18 ബൈ 2 ദാറ്റ് ഈസ് 9. ഇവിടെ 9 ആണ് കോമൺ ഡിഫറൻസ്. ശ്രദ്ധിക്കാൻ 9 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇനി എളുപ്പമാണ്, കാരണം 9 ആണ് കോമൺ ഡിഫറൻസ്. നമുക്ക് പ്ലസ് ചെയ്താൽ മതി, ജസ്റ്റ് 24 പ്ലസ് 9. സോ എത്ര കിട്ടും നമുക്ക്, 33 കിട്ടും. സോ ഹിയർ 33. ദെൻ എഗെയിൻ 42 ആണ്, തേർഡ് ടേം ഉണ്ട്, 42 പ്ലസ് 9 ദാറ്റ് ഈസ് 51. നമ്മളങ്ങനെ എഴുതി പോകാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ് മെത്തേഡ്. ഓക്കെ, 2 മെത്തേഡ്സ് ഉണ്ട്. നിയറസ്റ്റ് ടേം ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ മൈനസ് ചെയ്താൽ മതി, ബട്ട് അല്ലാതെ വരുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഇതിലെ ലാസ്റ്റ് സെക്ഷനാണ്, ഇത് നോക്കാം. ഇതിലെന്താണ്, ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ആസ് യൂഷ്വൽ. എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. സോ 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ പൊസിഷൻ എത്രയാണ്, 4 മൈനസ് 2. ഇവിടെ ഫോർത്ത് പൊസിഷനാണ് അത്, ഇവിടെ സെക്കൻഡ് പൊസിഷൻ. സോ 4 മൈനസ് 2, സോ ദാറ്റ് ഈസ് 18 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 9. ഓക്കെ, കോമൺ ഡിഫറൻസ് 9 കിട്ടി. ഇനി എന്താ ചെയ്യുക, കുറച്ച് മുന്നേ ചെയ്ത പോലെ ഇവിടെ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും, -9. കാരണം ഫസ്റ്റ് ടേം ചെയ്യണമെങ്കിൽ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യാം. സോ -9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ദാറ്റ് ഈസ് 16 കിട്ടും, 16. അതുപോലെ ഇവിടെ പോകുമ്പോൾ എന്താ, +9 ചെയ്യും, +9. സോ ദാറ്റ് ഈസ് 33. ഓക്കെ, പിന്നെ ഇങ്ങനെ പ്ലസ് ആയി പോകും. ഇതാണ് ഫിഫ്ത്ത് വണ്ടെ. ഇനി സിക്സ്ത് വണ്ടെ ആൻസർ സെയിം ഇതേപോലെ കോമൺ ഡിഫറൻസ് കാണാം ആദ്യം. CD, വാട്ട് ഈസ് ദാറ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ടേം. ഇത് ഫസ്റ്റ് പൊസിഷനാണ്, ഇത് ഫോർത്ത് പൊസിഷനാണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ടേം എന്ന് പറയുമ്പോൾ 42 മൈനസ് 24. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ പൊസിഷൻ എന്താണ്, 4 മൈനസ് 1. സോ 42 മൈനസ് 24 എത്രയാണ്, 18 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ദാറ്റ് ഇസ് 3. സോ 18 ബൈ 3 ദാറ്റ് ഇസ് 6. അപ്പോൾ കോമൺ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ ഓബിയസ്ലി നമ്മൾ എന്ത് ചെയ്യും, 6 പ്ലസ് ചെയ്യും, ഹിയർ +6. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 24 പ്ലസ് 6 ദാറ്റ് ഇസ് 30. ദെൻ 30 പ്ലസ് 6 എത്ര കിട്ടും നമുക്ക്, 36.
ദെൻ 36 + 6 ആണ് 42 കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ ആ ഒരു പോർഷനിലെ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്തു കഴിഞ്ഞു, എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. സോ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് മനസ്സിലായ അടുത്ത കണക്ക്, ഐ മീൻ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അടുത്ത സെക്ഷൻ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഈസി ആയിരിക്കും. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക, അതുപോലെ എങ്ങനെയാണ് ടേംസ് പ്രീവിയസ് ടേംസിലേക്ക് പോകുമ്പോൾ മൈനസ് ആണ്, നമ്മളത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുമ്പോൾ, ഐ മീൻ ഇപ്പോൾ 5th ടേം ആണെങ്കിൽ 6th ടേം കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ആണ് കോമൺ ഡിഫറൻസ്. സോ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ബേസിക് ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത് ഈ പോർഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.